ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ RCCB ട്രിപ്പിൽ പരിഹരിക്കാൻ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിൽ എരിയപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് RCCB ട്രിപ്പിൽ പരിഹരിക്കണം. അതിനോടൊപ്പം തന്നെ കറണ്ട് ബില്ല് കൂടുന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് നമുക്കൊന്ന് സോൾവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒരു രാത്രി നമ്മൾ കടുവയുടെ ഓർമ്മകളുമായിട്ട് കഴിയേണ്ടി വന്നൊരു രാത്രിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ് നമസ്കാരം, ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഒരു RCCB ട്രിപ്പിംഗ് ആണ്. ഈ ഒരു RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ ഞാൻ ഇവിടെ എത്തിയത് തന്നെ വലിയൊരു കഥയാണ്. അപ്പോൾ കൊല്ലത്ത് നിന്നാണ് നമ്മൾ ഈ വയനാട്ടിലേക്ക് എത്തിയത്. വയനാട്ടിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു കാരണം, ഇവിടുത്തെ അദ്ദേഹം, അതായത് ഇത് ഈ വീടിന്റെ ഓണർ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ അവരുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കറണ്ട് ബില്ല് കൂടുന്നതും RCCB ട്രിപ്പിംഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരുടെ തന്നെ സ്റ്റാഫുകളെ, അതായത് കേരളത്തിൽ നിന്നുള്ള സ്റ്റാഫുകളുണ്ടല്ലോ, അവരുടെ സൂപ്പർവൈസേഴ്സും ഇലക്ട്രീഷ്യൻസും കൊണ്ട് അവരെ കൊണ്ടൊക്കെ ഇത് ട്രൈ ചെയ്യിച്ചിരുന്നു, ഇതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്നും ശരിയാവാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാനായിട്ട് സമയവുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ് ആ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വിദേശത്ത് ചെന്നതിന് ശേഷം അവിടുത്തെ ഇലക്ട്രീഷ്യന്മാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നാട്ടിലേക്ക് വരുന്നവരെ കൊണ്ടൊക്കെ ഈ വർക്കുകൾ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കറക്റ്റ് ആവാതെ വന്നപ്പോൾ അതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ ഒരു ഇലക്ട്രിക്കലിന്റെ സൂപ്പർവൈസറാണ് എന്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്താലോ എന്നൊരു അഭിപ്രായം പറഞ്ഞത്, അതായത് എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. അപ്പൊ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ വീടിന്റെ ഓണർ നമ്മളെ കോൺടാക്ട് ചെയ്തതും അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്തു. അദ്ദേഹം നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പോ ഈ വയനാട് ആയതുകൊണ്ട് എനിക്ക് അധികം ദൂരമുണ്ട്, 1-2 ദിവസത്തെ ഒരു ട്രാവലിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും പതുക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. കാരണം നമുക്ക് മറ്റ് സൈറ്റുകൾ ഞാൻ എപ്പോഴും അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലായിരുന്നു വയനാട് ജില്ലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് മാറി മറ്റൊരു ഡേറ്റ് കൊടുക്കാന്ന് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതങ്ങനെ പിന്മാറാൻ പറ്റില്ല. കാരണം ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് വരുന്നത്, ഫാമിലിയെ പോലും കൊണ്ടുവരുന്നില്ല, എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് മാത്രമേ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു സൈറ്റിന് വേണ്ടി മാത്രമായിട്ട് അവിടെ എത്തുമായിരുന്നു. അപ്പൊ വെളുപ്പിനെ അവിടെ എത്തി. കുറെ നേരമൊക്കെ അവിടെ തൊട്ടടുത്തുള്ളൊരു ചായക്കട ഉണ്ടായിരുന്നു, ചെറിയൊരു ചായക്കട. അപ്പൊ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ സൈറ്റിലേക്ക് പോയി. രാവിലെ തന്നെ ഞങ്ങൾ വർക്ക് അങ്ങ് തുടങ്ങി. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തത്. എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് റൂം എടുത്ത് സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒന്നും കിട്ടിയില്ല. അപ്പൊ അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പൊ വർക്ക് ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഔട്ട് സൈഡിലേക്ക് UG കേബിളൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേയൊക്കെ UG കേബിൾ ഉണ്ട്. പിന്നെ നമ്മളെ 2 കോർ 3 കോർ കേബിളൊക്കെയാണ് ഇട്ടേക്കുന്നതെങ്കിലും അതിന്റെ ടെർമിനേഷൻ ബോക്സുകൾ ഒരുപാട് താന്നു പോയി, മണ്ണിനോട് ചേർന്നാണ് ഇരിക്കുന്നത് ജംഗ്ഷൻ ബോക്സുകളൊക്കെ. അതായത് അവര് സിൻഡെക്സിന്റെ ബോക്സുകളൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ അതിലെല്ലാം ഇങ്ങനെ മണ്ണും അഴുക്കും വെള്ളമൊക്കെ കയറിയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ കാരണമായിരുന്നു. പിന്നെ കുറച്ച് ലൈനുകൾ, അതായത് നമ്മുടെ ഗാർഡൻ ലൈറ്റുകൾ, അതൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള വയറിങ്ങിലും പ്രശ്നം ഉണ്ടായിരുന്നു. വയറിങ്ങിന് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കിച്ചണിലെ സീലിങ്ങിനകത്ത് ഒരു വയർ ഡാമേജ് വന്നിട്ടുണ്ട്. വയർ ഡാമേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഡ്രില്ല് ചെയ്തപ്പോഴും മറ്റോ ഡാമേജ് ആയത്. അപ്പൊ പകരം നമ്മൾ അതിന് പുതിയ വയർ ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ പല പല ബെഡ്റൂമിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് ഇൻസ്റ്റലേഷൻ വാല്യൂ എല്ലാം കറക്റ്റ് ചെയ്തു. ഔട്ട് സൈഡ് ഉള്ള ലൈറ്റിന്റെ എല്ലാ ടെർമിനേഷൻസ് കറക്റ്റ് ചെയ്ത് വാട്ടർ പ്രൂഫിങ് ചെയ്ത് എല്ലാം അത്യാവശ്യം എല്ലാം നല്ല രീതിയിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ഇറങ്ങിയത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത്, എനിക്കുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞാൽ, എനിക്ക് അന്നൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും 2-3 ദിവസം വേണം എനിക്ക് വയനാട്ടിൽ പോയ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാൻ. പക്ഷെ അദ്ദേഹം എന്നെ ഞെട്ടിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞ സർവീസ് ചാർജ് ഡബിൾ സർവീസ് ചാർജ് എനിക്ക് തന്നു. ആദ്യം എനിക്ക് പറഞ്ഞ സർവീസ് ചാർജ് തന്നു, അത് കൂടാതെ അതിനേക്കാൾ കൂടുതൽ പൈസ എന്റെ സർവീസ് ചാർജ് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് രണ്ടാമത് എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡെഡിക്കേഷന് വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം ആഗ്രഹിച്ച പോലെ അദ്ദേഹത്തിന്റെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ആൾക്കാരെ വെച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ചെന്നത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, പോയി വരാനൊക്കെ ട്രാവലിംഗ് ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതെല്ലാം സഹിച്ച് അത് കറക്റ്റ് ചെയ്ത് എടുത്തോളി അദ്ദേഹം എനിക്ക് എക്സ്ട്രാ പൈസ തരികയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തുകൊണ്ടും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, അത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മളെ മുൾമനയിൽ നിർത്തിയ കാര്യങ്ങളിലേക്ക് വരുന്നത്. രാത്രി 8 മണി കഴിഞ്ഞു. നേരെ വന്നിട്ട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എരിയപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഒരു കുഞ്ഞു ജംഗ്ഷൻ പോലെ കുഞ്ഞിന്റെ സ്റ്റോപ്പാണ്, അവിടെ വന്ന് നിന്നു. അപ്പൊ രാവിലെ ചായ കുടിച്ച ആ കടയുടെ അവിടെ നിന്നു. തൊട്ടടുത്തുള്ളൊരു ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു, ബസ്സൊക്കെ കിട്ടുമോ? അപ്പൊ പറഞ്ഞു ഇനി ബസ്സുകൾ ഇപ്പൊ പാടാണ്, നിങ്ങൾ ഏതെങ്കിലും കിട്ടുന്ന വണ്ടിക്ക് നേരെ പോവുക എന്നുള്ളതാണ്. തൊട്ടടുത്താണ്, 4-5 കിലോമീറ്ററേ ഉള്ളൂ പുൽപ്പള്ളിക്ക്. പിന്നെ സുൽത്താൻ ബത്തേരിക്കാണ് നമുക്ക് വരേണ്ടത്, കോഴിക്കോട്ടേക്കാണ് വരേണ്ടത്. അപ്പോൾ അവിടെ നിന്നു ഏതെങ്കിലും വണ്ടികൾ വരുന്നെങ്കിൽ കൈ കാണിച്ച് കയറി പോവാം എന്നുള്ള രീതിയിൽ അവിടെ നിന്നു. സമയം അങ്ങനെ വൈകി, ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ചേട്ടനോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചു. വയനാടിന്റെ പ്രദേശങ്ങളല്ലേ, ഇവിടെ ഏതെങ്കിലും വന്യജീവികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കുറച്ച് നാൾ മുമ്പ് പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോയി. ഞങ്ങളതൊന്നും കാര്യമാക്കാതെ നിന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണല്ലോ. പക്ഷേ
ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ തന്നെ തങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലാതായി പോയി. തിരിച്ച് 4-5 കിലോമീറ്ററേ ഉള്ളൂ പുൽപ്പള്ളിക്കെങ്കിൽ, അങ്ങോട്ട് പോകാനും പറ്റിയില്ല, ഒരു ഓട്ടോ വിളിക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റാതെ ഞങ്ങൾ അവിടെ സ്റ്റക്കായി പോയി. ഇതിനിടയ്ക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഹൗസ് ഓണർ ഞങ്ങളെ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് വണ്ടി കിട്ടിയോ, നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ അറിയാനായിട്ട് അദ്ദേഹം വിളിച്ചെങ്കിലും നമ്മളിവിടെ കുടുങ്ങിപ്പോയി എന്ന് പറയാനൊരു മനസ്സ് നമുക്ക് വന്നില്ല. കാരണം ഇനി അദ്ദേഹത്തെ കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയാൽ തിരിച്ചു പോകാന്നുള്ള രീതിയിൽ. എന്നാൽ ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ ജംഗ്ഷനിൽ ആ ഒരു ചെറിയ ചായക്കട, ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ കടയുണ്ടല്ലോ, ഇതിന്റെ വരാന്തയിൽ ഒരു ബെഞ്ച് കിടപ്പുണ്ട്. അവിടെ ആ തറയിൽ ബാഗ് വെച്ചിട്ട് അവിടെ ഉറങ്ങണമല്ലോ, കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങണമല്ലോ, അവിടെ കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അന്ന് ചാറ്റൽ മഴയും കൂടെ ഉണ്ടായിരുന്നു. നല്ല ചാറ്റൽ മഴയുണ്ട്, ഇരുട്ടാണ്, മൊത്തത്തിൽ വിജനമായിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളില്ല, നായ്ക്കളുടെ ശബ്ദവും ഒന്നും കേൾക്കാനില്ല, ആകെ ഒരു സൈലന്റ് ആണ്. മഴയുടെ ശബ്ദം മാത്രമുണ്ട്. ഇടയ്ക്ക് ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയമാണ്. കാരണം തൊട്ടടുത്ത് ഇരിക്കുന്ന എന്റെ ആദർശുണ്ട് എന്റെ കൂടെ, ആദർശിനെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരുവിധം ഇരുന്നും കിടന്നൊക്കെ അങ്ങ് നേരം വെളുപ്പിച്ചു. നേരം വെളുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ 4-4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടനും ചേച്ചിയും അവിടെ ബസ് കയറാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ചേട്ടാ എപ്പോഴും ബസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ആ നാട്ടുകാരല്ല എന്ന്. അങ്ങനെ അത് ചോദിച്ചു, എവിടേക്ക് പോകാനാണ്? നമുക്ക് പുൽപ്പള്ളി പോകാനാണ്, സോറി പുൽപ്പള്ളി അല്ല, നമുക്ക് ഇവിടെ സുൽത്താൻ ബത്തേരി കോഴിക്കോട്ടേക്ക് പോകാനാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളപ്പോൾ ഇവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളൊരു വർക്കിന് വന്ന് ഇവിടെ പെട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുതായിരുന്നു, ഒരു വണ്ടി കിട്ടി എങ്ങനെയെങ്കിലും നിങ്ങൾ പുൽപ്പള്ളിക്കോ മറ്റോ പോയിക്കോണം. ഇനി ഒരു സാഹചര്യം വന്നാലും ഇവിടെയൊക്കെ ഈ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ തൊട്ടടുത്ത നാളുകളിൽ ഇവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വളർത്തുമൃഗങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരവസ്ഥയിലും നിങ്ങൾ ഇവിടെ നിൽക്കരുതെന്നാണ് പറഞ്ഞത്. ഇനി വരേണ്ടി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വയനാടിന്റെ ഏരിയകളിൽ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിക്കും അന്ന് രാത്രി അവിടെ തങ്ങിയതിനെ പറ്റിയുള്ള പേടി മനസ്സിൽ തോന്നിയത്. അതുവരെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. ഇരുട്ടത്ത് അറിയാലോ എത്രയും മണിക്കൂറുകൾ, വെളുപ്പിന് 4:30 വരെ ആ ഒരു ഇരുട്ടത്ത് മാത്രം കഴിയേണ്ടി വന്നൊരവസ്ഥ. അപ്പോ അത് നമ്മളെ വല്ലാതെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം തീരുമാനിച്ചതാണ്, ഇനി എവിടെ പോയാലും മുന്നേ റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ട്രാവലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കത്തുള്ളൂ എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടായാലും നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി, നല്ല രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ പറ്റി, RCC ട്രിപ്പും പരിഹരിച്ചെടുക്കാൻ പറ്റി, കറണ്ട് ചാർജ് കൂടിയിരുന്ന ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കറണ്ട് ബില്ല് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള RCCP ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലോ സുഹൃത്തുക്കൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോൺടാക്ട് ചെയ്യാം. കേരളത്തിലെ എല്ലായിടത്തും നമ്മുടെ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ RCCP ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് RCCP എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ ട്രിപ്പിങ്ങിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അത് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും വയറിംഗ് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇൻസുലേഷൻ ടെസ്റ്റ്, എർത്ത് ടെസ്റ്റ്, ഇതിനെല്ലാം പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും മീറ്ററുകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ തന്നെയാണ്, ഓൺലൈനാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയ ഫീസും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാം, രാവിലെ എപ്പോഴാണോ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണ് ആ സമയത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9645540775 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള ട്രിപ്പിംഗ് പരിഹരിക്കുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.